എല്ലാവരും ആകാംക്ഷയിലാണ്. കാരണം ഞങ്ങളെ കാത്ത് ഒരു വ്യക്തി തിമ്പുവിലെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളുടെ അടുത്ത 3 ദിവസത്തെ യാത്ര അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. ഇത് ഭൂട്ടാനിലെ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ഈ ദിവസത്തെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ ഷിൻജു ഇന്ന് ഞങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് വിവരണം നൽകി. ഇവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടി 108 വെള്ളക്കൊടികൾ അല്ലെങ്കിൽ ചോർട്ടൻസ്. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് 2 വണ്ടികളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷ് സാർ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ കയറണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇന്നു മുതൽ അടുത്ത 3 ദിവസത്തേക്ക് ഞങ്ങളും സഞ്ചാരം എന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗം ആവുകയാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ കയറിയ വണ്ടിയിൽ തന്നെ അദ്ദേഹവും കയറി സഞ്ചാരം വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടി മുന്നിലെ സീറ്റിൽ സ്ഥാനം പിടിച്ചു. ഇന്നലെ വരെ കളിയും ചിരിയുമായി വണ്ടിയിൽ യാത്ര ചെയ്ത ഞങ്ങൾ ഇന്ന് കർക്കശക്കാരനായ അധ്യാപകൻ്റെ മുമ്പിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് വീഡിയോ ചിത്രീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും വരുത്തേണ്ട എന്ന് ഞങ്ങൾ കരുതി. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡോച്ചില പാസിലുള്ള ഈ സ്തൂപങ്ങൾ അഥവാ ചോർട്ടൻസ് ആണ്. ഇതാണ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഏറ്റവും മുതിർന്ന വ്യക്തി, ദേവയാനി അമ്മ. തൻ്റെ 92ാം വയസ്സിലും യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ പാസ്പോർട്ടിൽ US വിസ വരെ ഉണ്ട്. ഇതുവരെ 50ഓളം രാജ്യങ്ങളും സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡോച്ചില പാസിൽ 3 നിലകളിലായി 108 ചോർട്ടൻസ് അഥവാ 108 സ്തൂപങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. 108 എന്ന സംഖ്യയ്ക്ക് ബുദ്ധമത വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇവർ വിശ്വസിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ 108 തരം മാനസിക അശുദ്ധികളും ലൗകിക ആഗ്രഹങ്ങളും ഉണ്ട് എന്നതാണ്. ഈ 108 അശുദ്ധികളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടുക എന്നതാണ് ബുദ്ധമതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം. ഇതിനോടകം തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോച്ചില പാസിലുള്ള ഈ സ്തൂപങ്ങളുടെ മുകൾ തട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹിമാലയൻ മരനിരകളുടെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ യാത്ര തുടരുകയാണ് ഭൂട്ടാൻ്റെ പഴയകാല തലസ്ഥാന നഗരമായ പുനാക്കയിലേക്ക്.